എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കാണില്ല എന്ന് ശപഥം എടുത്തൊരു സിനിമയായിരുന്നു ആകാശഗംഗ 2. പക്ഷെ ഒരു സഹോദരന്റെ നിരന്തരമുള്ള ഭീഷണിക്ക് വഴങ്ങി പേടിച്ച് ഞാൻ ഈ സിനിമ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ പ്രേതത്തെ പേടിയുള്ളവരൊക്കെ ദയവ് ചെയ്ത് സ്കിപ്പ് അടിച്ചു പോവുക. മാണിക്യശ്ശേരി കോവിലകത്തെ അവസാനത്തെ ആന്തരിയാണ് ഉണ്ണികൃഷ്ണവർമ്മ. അതെ, നമ്മുടെ ആകാശഗംഗ പാർട്ട് 1 നായകൻ. 1999 ശേഷം നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഇദ്ദേഹം വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞ ഇയാളെ ഞാൻ ആകെ 2 പടത്തിലെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആകാശഗംഗ, 2 ആകാശഗംഗ 2. കഥയിലേക്ക് വന്നാൽ ഈ ഉണ്ണികൃഷ്ണവർമ്മയുടെ മകളാണ് ആരതി. ആരതിയുടെ കൂട്ടുകാരാണ് ഇവന്മാരൊക്കെ. ഇവരുടെ പേരൊന്നും ഞാൻ പറയണില്ല, അതിനൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവര് പഠിക്കുന്ന കോളേജിന്റെ പേരാണ് കല്യാണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. സത്യം പറഞ്ഞ ഇതൊരു തല്ലിപ്പൊളി കോളേജാണ്. അവിടെ പഠിപ്പിക്കണ ആർക്കും വിവരം വിദ്യാഭ്യാസം ഒന്നുമില്ല. ഫുള്ള് കള്ള സർട്ടിഫിക്കറ്റ് വെച്ച് കയറി വന്ന ആൾക്കാരാണ് അവിടെ പഠിപ്പിക്കണത്. അത് ഇവര് തന്നെ ഈ സിനിമയിൽ പറയണുണ്ട്. പഠിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ആശുപത്രി ചികിത്സിച്ചിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചോന്ന് ആലോചിച്ചത്. നമ്മുടെ നായികയ്ക്കും കൂട്ടുകാർക്കും അതറിയാം. എന്നിട്ടും എന്തിനാണ് ഇവർ അവിടെ തന്നെ പഠിക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ശ്രീകൃഷ്ണപുരത്തെ നാളത്തെ ഡോക്ടർമാരാ നിങ്ങള്. ചോരയും ബീട്രൂട്ട് വെള്ളവും കണ്ട തിരിച്ചറിയാത്തവന്മാരാണ് അവിടെ ഇവന്മാരെ പഠിപ്പിക്കാനായിട്ടിരിക്കണത്. സാർ MBBS MD എടുത്ത യൂണിവേഴ്സിറ്റിയുടെ പേരെന്താ? ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശഗംഗയിലെ എല്ലാവരും ഈ സിനിമയിലും വരുന്നുണ്ട്. ഫോട്ടോയിലാണെന്ന് മാത്രം. അല്പം ചന്തം കൂട്ടിയിട്ടില്ല എന്റെ മായമ്മയ്ക്ക്. ആരേലും ആ ഫോട്ടോ തുടച്ചു വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ മേപ്പാടൻ പ്രേതത്തെ തളയ്ക്കുന്നതിന്റെ ഇടയിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും പ്രേതത്തെ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന് മാലിടും. നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടി ഭരതൻ എന്നൊരു കഥാപാത്രം ഈ സിനിമയിലുണ്ട്. ഭരതൻ കോമഡി പറഞ്ഞാൽ ചിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ പോക്കാശി പിടിക്കും. ഭരതൻ വരും, തേങ്ങ തിന്നും, ഇഡ്ഡലി തിന്നും, പിന്നെയും കുറെ തേങ്ങ തിന്നും. ഇതൊക്കെയാണ് ഇയാളുടെ കോമഡി. കഷ്ടം തന്നെ. ഇയാളാണ് ഈ സിനിമയിലെ നായകൻ ഗോപി. ഗോപി ഒരു 3D പെയിന്റിംഗ് പോലെയാണ്. തിരിച്ചു പിടിച്ചു നോക്കിയാൽ ഇയാളാണ് ഈ സിനിമയിലെ നായകൻ. ചരിച്ചു പിടിച്ചു നോക്കിയാലോ ഇയാൾക്ക് വെറും സൈഡ് റോൾ ആണുള്ളത്. തികച്ചും നിരീശ്വരവാദിയായ ആരതിയെ പ്രേതമൊക്കെ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അവളുടെ ഒരു കൂട്ടുകാരൻ എല്ലാവരും കൂട്ടി ഒരു മനയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവനെത്ര കോൺഫിഡൻസോടെ പറയല്ലേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ റെഡിയാ. വരിക്കശ്ശേരി മന കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം അത് വേറൊരു പ്രേതം ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആർക്കാണ് ആത്മാവിനോട് സംസാരിക്കേണ്ടത്? ഒരേ സമയം ഒരാൾക്കേ പറ്റൂ. സോ ഇവിടെ ആഭിചാര കർമ്മങ്ങളിലൂടെ പ്രേതവുമായി ഇന്റർവ്യൂ നടത്തുന്ന ഒരു സെറ്റപ്പാണുള്ളത്. അത് നടത്തുന്ന മെയിൻ ആളാണ് ദേവി. കേട്ടറിവിനേക്കാൾ വലുതാണ് ദേവി എന്ന സത്യം. ഇയാളാണ് ദേവിയുടെ അസിസ്റ്റന്റ്. ഇയാൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ദേവി അതാണ്, ദേവി ഇതാണ്, ഇങ്ങനെയൊക്കെ പറയണതാണ് ഇയാളുടെ മെയിൻ പണി. ദേവി സൗമിനി അതറിഞ്ഞവളാണ്. ശക്തി സ്രോതസ്സിൽ നിന്നും ഊർജം നേരിട്ട് പാനം ചെയ്യുന്നവളാണ്. മയിലാണ്. ഇത് ബോധിധർമ്മന്റെ വായിൽ മുളക് തിരികെ വെച്ചതല്ല. ഇതാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി ഭൈരവൻ. ഭൈരവൻ മകൻ ഭൈരവൻ, അത് ഭാസ്കര ഭൈരവൻ, ഇതുവരെ ഭൈരവൻ. മറ്റുള്ളടത്തെ പോലൊന്നുമല്ല, നെഗറ്റീവ് പവറുള്ള മൂർത്തിയാണ് ഇവിടെ ആരാധിക്കുന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ദുർമൂർത്തികളിൽ വെച്ച് ഏറ്റവും ഭീകരമൂർത്തി. പക്ഷേ പൂജിച്ചാൽ എന്തും തരും. സൗമിനി ദേവി വിളിച്ച വിളിപ്പുറത്താ. അങ്ങനെ മരിച്ചുപോയ തന്റെ മായമ്മയോട് സംസാരിക്കാൻ വേണ്ടി ആരതി ഏതോ റൂമിനുള്ളിലേക്ക് പോവുകയാണ്. ഇവരുടെ ഈ പൊട്ടത്തരങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കണ ആ ടാങ്കിരിയുടെ പ്രതിമ വരെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നല്ലേ നമ്മള്. അമ്മയ്ക്ക് സന്തോഷമായി. എന്റെ അമ്മ തന്നെയാണോ ഇത്? എന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇടാനായിട്ട് മുത്തശ്ശി തന്ന നവരത്നങ്ങൾ പതിച്ച കാപ്പ് അമ്മ ഉണ്ടാക്കിയിരുന്നു. അച്ഛന്റെ മുറിയിലെ ആമാടപ്പെട്ടിയില് അമ്മ അത് വെച്ചിട്ടുണ്ട്. മോള് പോയി നോക്കാം. അങ്ങനെ ആമാടപ്പെട്ടിയും നവരത്നങ്ങൾ പതിപ്പിച്ച കോപ്പും തേടി ആരതി വീട് മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്, ഒരു ഭ്രാന്തിയെ പോലെ. അല്ല അപ്പോളെ അച്ഛന്റെ മുറിയിലുണ്ടായിരുന്ന ആമാടപ്പെട്ടിയൊക്കെ എവിടെ പോയി? അതെല്ലാം കൂടെ തെക്കേ അറയിൽ എടുത്തിട്ടിരിക്കുന്നത്. തെക്കിനല്ലാട്ടോ, തെക്കേ അറ. അവിടെയാണ് ആമയുടെ പെട്ടിയിരിക്കണത്. തെക്കേ അറ തുറന്നിട്ട് പതിറ്റാണ്ടായിരിക്കണു. വളരെ പഴക്കം ചെന്ന മുറിയിൽ തിളക്കമാർന്ന ഉരുളി നമുക്ക് കാണാൻ പറ്റും. ഇതിനി മാധവൻ കൊണ്ടുവന്ന് വെച്ചതായിരിക്കോ? അതായിരിക്കണു ആമാടപ്പെട്ടി. നോക്കുമ്പോ ആമാടപ്പെട്ടിയിൽ കാപ്പുമില്ല, ഒരു കോപ്പുമില്ല. എന്റെ ഭഗവതി, പറയുന്നതിന് മുന്നേ നീ പോയി തെക്കേറെ തുറന്നോ? അതങ്ങനെ ആരും തുറക്കാറില്ലെന്ന് അറിയില്ലേ? തുറന്നാലെന്താ? ഒന്നും ഉണ്ടായിട്ടല്ല, അതങ്ങനെ ആരും തുറക്കാറില്ല, അത്രേ ഉള്ളൂ. അതിപ്പോ പ്രേതപ്പടാവുമ്പോ സാധാരണ തെക്കേറെ തുറക്കാൻ പാടില്ലെന്നാ
ആ വാര്യരെ, കുട്ടിക്ക് തെക്കേറ തുറക്കണം പറയണേ. തെക്കേറാണോ? എന്നാ തുറക്കാൻ പാടില്ലെന്നാ. കാപ്പെരുപ്പുണ്ടായിരുന്നു എന്ന് പറ. ഉണ്ണി തന്നെ അതെടുത്ത് ഭദ്രകാളിയുടെ കോവിൽ കൊണ്ടുവച്ചത്. ഇതെന്താ ട്രഷർ ഹണ്ടോ? എന്തായാലും ആരതി ഭദ്രകാളിയുടെ കോവിലിലേക്ക് ക്യാപ്പ് തേടി പോവുകയാണ്. എന്റെ ഒപ്പം ചേർന്ന് പറയൂ, ദേവിയുടെ മുറി, തെക്കേറ, ഭദ്രകാളിയുടെ ക്ഷേത്രം. അങ്ങനെ ആരതി ക്ഷേത്രത്തിന്റെ വാതിലൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ അവിടുന്ന് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വാൾട്ടർ വൈറ്റ് മെത്തുണ്ടാക്കണതല്ല, കുഴിയുടെ ഉള്ളിൽ അടച്ചു വെച്ച പ്രേതം പുറത്തേക്ക് വന്നതാണ്. ഒപ്പം പേടി തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് 3D വവ്വാലുകളൊക്കെ അറഞ്ചും പുറഞ്ചും പറക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വവ്വാലാണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മുടെ ഭരതൻ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ആരതിയുടെ മുറിയിൽ അത് സംഭവിച്ചു. ശബ്ദം കേട്ട് ആരതി പോയി നോക്കിയപ്പോ ഈ കാല് പിടിച്ചു വലിക്കുന്ന ട്രിക്കൊക്കെ 1980 കല്ലിയങ്കാട്ട് നീലി കൊണ്ടുവന്നതാണ്. നീയൊക്കെ അരട്ട ഹൗസ് റൂട്ടുണ്ട് അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഈ പെണ്ണ് പറയാണ് ഒന്നുമില്ലാന്ന്. പ്രേതം അവളെ വെച്ചിട്ട് ആ നില മൊത്തം തുടച്ചു, എന്നിട്ട് ഒന്നുമില്ല അത്ര. പിന്നെ ആരതിയുടെ ഒരു ലവ് സോങ് ആണ്. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ നീ കൂട്ടുകൂടുന്നത്? പാട്ടിന്റെ ഇടയില് കുറച്ച് ഹൊറർ. കലക്കും. ഇതാണ് വെള്ളാട്ടു പോക്കറുടെ കറുത്ത വേർഷൻ, കറുത്താട്ടു പോക്കർ. അതിന് നടക്കാൻ കൂടി വയ്യ. ഇതിനൊക്കെ കണ്ട് പേടിക്കണ ഇവളാണ് നിരീശ്വരവാദി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നമ്മുടെ ആരതിയുടെ കോളേജിലെ അനാറ്റമി ലാബിലേക്ക് ഒരു ഡെഡ് ബോഡി എത്തുകയാണ്. പിന്നെ നോക്കണു, ആ ബോഡി എഴുന്നേറ്റ് വന്ന് എല്ലാരെയും പേടിപ്പിക്കുകയാണ്. ഇതിനെ കണ്ടിട്ട് എനിക്ക് പേടിയല്ല, അറപ്പാണ് തോന്നുന്നത്. അല്ല, എന്താണ് ഈ വിനേട്ടന്റെ വിചാരം? ഈ കണ്ണില്ലാത്തതും നടക്കാൻ വയ്യാത്തതും വയറു പൊട്ടി ചത്തതൊക്കെ ആയിട്ടുള്ള പ്രേതങ്ങളെ കാണിച്ച പ്രേതങ്ങളെ പോ അവിടുന്ന്. നമ്മളൊക്കെ അങ്ങോട്ട് പേടിക്കുന്നതാണോ? ഇത് കാലം മാറി. ഹൾക്ക് അടുപ്പിൽ വീണ പോലുണ്ട്. ഇതൊക്കെ ഒരു പ്രേതം. വയറു പൊട്ടിച്ചെത്ത ഹൾക്കിനെ കണ്ട് പേടിച്ച ആരതിയും കൂട്ടുകാരും വീണ്ടും ദേവിയെ തേടി പോവുകയാണ്. ദേവി ഇന്ന് മൗനവ്രതത്തില. ആത്മീയതയുടെ മറ്റൊരു ലോകത്ത് ദേവിക്കൊരു പുരുഷനുണ്ട്. അത് ശക്തനായ കാമസ്വരൂപനായ യമകണ്ഠ ഭൈരവനാണ്. ഭൈരവന് മുന്നിൽ രതിയുടെ ഭാവമായിരിക്കും ദേവിക്ക്. പൂജയുടെ അവസാനം ഭൈരവൻ വരും, ദേവിയെ പ്രാപിക്കും. ഏത്? ഈ ബൊമ്മ. കലികാലം. നമ്മുടെ ഡംബഡംബയാണ് ദേവി. ഇതാണ് ഭൈരവൻ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇൻട്രൊഡ്യൂസിംഗ് നെക്സ്റ്റ് പ്രേതം. ഇത് പ്രേതോ അതോ സോംബിയോ? വീണ്ടും മറ്റൊരു രാത്രി ഏതോ ഒരു പാമ്പ് ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ നിന്നും എഴഞ്ഞഴഞ്ഞ് 2 നില വീടിന്റെ ഉള്ളിൽ കയറി ആരതിയുടെ റൂമൊക്കെ കണ്ടുപിടിച്ച് വരികയാണ്. എന്നിട്ട് ആ പാമ്പ് ആരതിയെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോവാണ്. അപ്പൊ എന്തിനാണ് ഈ പാമ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? ഈ പാമ്പാണ് പാമ്പുകൾക്കിടയിലെ ഗജിനി. എന്തായാലും ആരതി അവള് കണ്ട് പേടിച്ച സംഭവങ്ങളൊക്കെ നേരെ ദേവിയോട് ചെന്ന് പറയുകയാണ്. അപ്പൊ ദേവി പറയും, പരിഹാരം ഉണ്ട്. പരിഹാരം എന്താന്ന് വെച്ചാൽ, ഇതിനൊക്കെ രക്ഷപ്പെടണമെങ്കിലേ എന്റെ കന്യകത്വം ഞാൻ ഭൈരവന് സമർപ്പിക്കണം. ഭൈരവൻ ആറാട്ടുകയാണ്. ഒടുവിൽ വെള്ളസാരിയും ചുറ്റി അവൾ വരികയാണ്. തീയിൽ വെന്തു മരിച്ച ദാസിപ്പെണ്ണ്. ഇത് കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ ഭരതൻ അങ്ങോട്ട് കിടന്ന് മരിച്ച് അഭിനയിക്കുകയാണ്. എന്താ ഇയാള് കാട്ടുന്നത്? അങ്ങനെ ആരതിയുടെ മേത്ത് പ്രേതം കയറി. അതിന്റെ ഇടയിൽ കുറെ പരിപാടിയൊക്കെ വരുന്നുണ്ട്, അതൊന്നും ഞാൻ പറയണില്ല. വെറുതെ എന്തിനാ നിങ്ങളുടെ സമയം കളയണത്? ഒടുവിൽ അയാൾ വന്നു. ഈ സിനിമയിലെ മന്ത്രവാദി. കൊയ്തെടുത്തു ശ്രീരാമൻ. ആരതി ഉണ്ണികൃഷ്ണവർമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് തടയാൻ വേണ്ടി നമ്മുടെ ഗോപി ഒരു ടൈലെടുത്ത് പ്രേതത്തിന്റെ മണ്ട നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു. വേദന കൊണ്ട് പ്രേതം വേഗം പിടിവിട്ടു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. പ്രേതം ഉണ്ണികൃഷ്ണവർമ്മയെ കൊന്നു. അവസാനം എന്താ, ആരതിയുടെ ദേഹത്തുള്ള പ്രേതത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ദേവിയും മന്ത്രവാദിയും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. എങ്കിലങ്ങ് എന്റെ കൂടെ നിൽക്കണം. ഒരു വേദത്തിലും ഉപനിഷത്തിലും അനുഷ്ഠാന വ്യവസ്ഥകളിലും ഒന്നിലും ഇല്ലാത്തൊരു രീതി. മനസ്സിലായി, ഞാൻ കൂടണ്ട. ഇത് ഞാൻ എവിടെയോ തിരുവേനി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം. എങ്കിലങ്ങ് ഹോമകുണ്ടവും കളവും ഒരുക്കിക്കോളും.
മണിച്ചിത്രത്താഴ് നമ്മൾ പിന്നെ കണ്ടിട്ടില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞ് ആരതിയെ നിങ്ങൾ ഇവിടെ എത്തിക്കാം. A few moments later. ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല് പോകണ്ട. വിടമാട്ടെ. അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക വിടമാട്ടെ. അയ്യോ നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രേതത്തെ ഒഴിവാക്കാൻ ദേവി ഭൈരവനെ പ്രാർത്ഥിച്ച് തന്റെ WWE ബെൽറ്റ് ഒക്കെ എടുത്ത് അരയില് കെട്ടിയിട്ട് വരും. നീ പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക. ആ കുടുംബത്തിൽ അവസാന താൻതരിയായ ഉണ്ണികൃഷ്ണനെയും നീ കൊണ്ടുപോയി. പ്രേതത്തെ കൗൺസിലിംഗിലൂടെ ഒഴിവാക്കാൻ നോക്കുന്ന മണ്ടൻ ഏഭ്യ കഥാപ്രസംഗം നിർത്തിയിട്ട് ആ ഭസ്മം എടുത്തിട്ട് തീയിലേക്ക് എറിയ. ആരതി പെട്ടെന്ന് ഡ്രാഗൺ ആയോ? തീയൊക്കെ തുപ്പണു. ഈ ദുരാത്മാവിനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഭൈരവന്റെ ഊഴം. ഭൈരവനെ കാണാൻ നമ്മുടെ രാജുവേട്ടനെ പോലെ ഉണ്ടല്ലോ. ഐ ഡിസ്ട്രിബ്യൂട്ടഡ് സലാർ ഇൻ കേരള. ഇവരേതോ ഡമ്മിയൊക്കെ കൊണ്ടുവന്ന് അതിന്റെ നെഞ്ചത്ത് ആണി ഇടിച്ചിറക്കും. അപ്പൊ നമ്മുടെ ആരതി നിലത്ത് കിടന്ന് കുറച്ച് പുഷപ്സ് ഒക്കെ എടുക്കും. മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രേത സിനിമയിലും ഇത് തന്നെയാണ് ക്ലൈമാക്സ്. നീ ഒഴിഞ്ഞു പോണം. ഇല്ല 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 ഇല്ല, ഞാൻ പൊക്കോളാം. അങ്ങനെ പ്രേതം പോയി, പക്ഷെ പോയില്ല. ഭൈരവോ, ഭൈരവനൊക്കെ അടുത്ത പഞ്ചായത്തിലെത്തി. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിന്നെ ഒരുത്തന് വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടിയത്? ആരെയൊക്കെയാടാ ഞാൻ വെല്ലുവിളിച്ചത്? ഇതിനു വേണ്ടിയാണോ ഈ ബൊമ്മയ്ക്ക് ഇത്ര ബിൽഡപ്പ്? എനിക്ക് കുളിക്കാൻ ഒരു ബക്കറ്റ് വെള്ളം മതി, പക്ഷെ ഈ പന്നിക്ക് എപ്പ നോക്കിയാലും കുളിക്കണം. അവസാനം പ്രേതം ദേവിയെ പൊക്കിയെടുത്ത് താഴത്തിട്ട് കൊല്ലും. അതോടെ ഈ പടം അവസാനിക്കും. മുജ്ജന്മ സുഹൃതെന്നേ പറയണ്ടു. എങ്ങനെയൊക്കെയോ അത് കണ്ട് തീർത്തിരിക്കണു.